ആഹാ. ഓ, ആരെങ്കിലും ഒന്ന് ചെയ്തു തരാനുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഞാനങ്ങ് ഇരുന്ന് സുഖിച്ചേനെ. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഹെയറിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് ദിവസമായി, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. പിന്നെ ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് ഇടണം, ഫേസ് ഒന്ന് സെറ്റാക്കണം, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കലാപരിപാടികൾ. അപ്പോൾ നിങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോ. അപ്പോൾ ഫസ്റ്റ് കലാപരിപാടിയായിട്ട് ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഷോർട്ട് കുർത്തി ഇട്ടിട്ട് ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മീൻസ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ ലിങ്ക് തരാനായിട്ട്. ലിങ്ക് എൻ്റെ കയ്യിലില്ല, ബിക്കോസ് ഞാനിത് മാക്സ് ഫാഷനിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ ലിങ്ക് തരാമോ എന്നുള്ളത്. ബിക്കോസ് എൻ്റെ ലിങ്ക് ഇല്ല, ഞാനിത് മാക്സ് ഫാഷനിൽ ഡയറക്റ്റായിട്ട് പോയി മേടിച്ചതാണ്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇതോടെ കിടപ്പുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, കിട്ടുവാണെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇത് മൈക്ക് കൈ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഡ്രസ്സിൽ കൊളത്തി വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കലാപരിപാടി. എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം എനിക്ക് തലയിൽ എണ്ണ വയ്ക്കാൻ പറ്റില്ല. ഞാൻ വല്ലപ്പോഴാണ് തലയിൽ എണ്ണ വയ്ക്കാറുള്ളൂ. ആ എണ്ണ തേക്കുന്ന ദിവസം തലവേദന വരികയാണെങ്കിൽ വരട്ടെ എന്ന് ഓർത്ത് ഞാൻ കുറച്ചധികം നേരം ഞാൻ തലയിൽ തേച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ആദ്യം മുടിയിൽ എണ്ണ തേച്ചിട്ട് ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കാരണം അത്ര നേരം കൂടി എണ്ണ ഇരുന്നോളൂല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യമേ രണ്ടായിട്ട് മുടി വകക്കുക, എന്നിട്ട് ചീപ്പിട്ട് വലിച്ച് പൊട്ടിക്കാണ്ട് ആദ്യം കൈ കൊണ്ട് മാക്സിമം സ്ട്രാങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് കളയാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ബിക്കോസ് നമ്മൾ ഈ ചീപ്പിട്ട് വലിച്ച് പൊട്ടിക്കുമ്പോൾ നമ്മുടെ മുടി മൊത്തം പൊട്ടിപ്പോകും. ഞാൻ കൂടുതലും കൈ കൊണ്ടാണ് മുടി ചെയ്യാറ്. ഞാൻ ചീപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തലയിൽ ചടയാണെങ്കിൽ പടാന്ന് പറഞ്ഞ് വലിച്ച് കുറേ പൊട്ടിച്ചിട്ട് പോകും. ചടയൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ മുടി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഏറെക്കുറെ ചടയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾക്ക് എണ്ണ തേക്കാം. എനിക്ക് ഈ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ എണ്ണയും തേക്കാൻ പറ്റില്ല. ഏതെണ്ണ തേച്ചാലും എനിക്ക് തലവേദന എടുക്കും. പക്ഷേ കുറച്ച് നേരം തേച്ച് വെക്കാൻ തലയിൽ പറ്റുന്നത് ഈ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് എണ്ണയാണ്, കാച്ച എണ്ണയൊക്കെയാണ്. പിന്നെ ഇന്ദുലേഖയുടെ എണ്ണ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഈ എണ്ണ ഭയങ്കര ഇഷ്ടമാണ്. ഈ പാരച്യൂട്ടിൻ്റെ സാധാ ബോട്ടിലല്ല, ഈ ഒരു ഓറഞ്ച് ബോട്ടിൽ, ആയുർവേദിക് ബോട്ടിൽ, നല്ല എണ്ണയാണ്. മുടി നന്നായിട്ട് വളരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടത്. ഇതാണ് ഞാൻ തേക്കുന്നത്. ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ തലയിൽ എണ്ണ ഒരിക്കലും തന്നെ തേക്കാറില്ല. പണ്ട് എപ്പോഴും അമ്മയായിരുന്നു തേച്ച് തരാറ്. അമ്മ തേച്ച് തരാം, എനിക്ക് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യാൻ വലിയ പിടുത്തില്ല. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പുള്ളി തേച്ച് തരും, അങ്ങനെ. ഇപ്പം നമുക്ക് എണ്ണ തേക്കാം. എണ്ണ തലയോട്ടിയിൽ മാക്സിമം തേച്ച് കൊടുക്കാം കേട്ടോ. മുടി തേക്കണ്ട, സ്കാൽപ്പിൽ തേക്കുക. സ്കാൽപ്പിൽ മുഴുവൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി ബാക്കിയുള്ള എണ്ണയാണ് മുടി തേക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് മുടി തേക്കാം. മുടിയുടെ എൻഡിൽ എനിക്ക് മസാജ് ചെയ്യാൻ ഒട്ടും അറിയില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു സ്കാൽപ്പ് മസാജർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്കാൽപ്പ് മസാജർ.
ഓ, ആരെങ്കിലും ഒന്ന് ചെയ്തു തരാനുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഞാനങ്ങ് ഇരുന്ന് സുഖിച്ചേനെ. ഗൈസ്, നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ഈ സാധനം ഇല്ലെങ്കിൽ മേടിക്കാൻ കേട്ട കാര്യം 150 രൂപ എന്തോ ഉള്ളൂ. 100 രൂപ, 150 രൂപ, 127, അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് സുഖം. യു ഷുഡ് ഡെഫിനറ്റ്ലി ബൈ ദിസ്. എന്തായാലും മേടിക്കണം. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ലിപ്സിങ്ക് വീഡിയോ ചെയ്ത് 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 നമുക്ക് വേണ്ടി ഇരിക്കാം. ഈ ലിപ്സിങ്ക് വീഡിയോ ചെയ്ത് 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 എനിക്ക് സംസാരിക്കുമ്പോൾ, അതായത് വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ചുണ്ടനങ്ങുള്ളൂ, സൗണ്ട് പുറത്തേക്ക് വരില്ല. ശീലമായതുകൊണ്ട് അതാണ് ഞാൻ ഇത്ര പതുക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഓർക്കും, എന്താ ഞാൻ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും കണ്ടോ എൻ്റെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. പക്ഷെ നോർമലായിട്ട് ഞാൻ ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട്. ക്യാമറ ഓണായിട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. ഇപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് മുടി കൊഴിച്ചിലില്ലെന്ന്. നിങ്ങളുടെ വിഷമം ഞാൻ ഇപ്പം മാറ്റിത്തരാം. കണ്ടോ കിടക്കുന്നത് കണ്ടോ? എനിക്കുണ്ട് ഗൈസ് മുടി കൊഴിച്ചിൽ, നല്ല പോലെ കൊഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാജിൻ്റെ പര്യാവസനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നിർത്തി, എൻ്റെ കൈ ഒടിഞ്ഞ് എനിക്കിനി വയ്യ. എനിക്ക് എൻ്റെ ഒട്ടും ഇഷ്ടമല്ലാതെ എന്തുവാണെന്നറിയാമോ? ഈ ഒരു സാധനം പാരമ്പര്യം എല്ലാവർക്കും ഉണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു കുനിപ്പ്. ഈ ഒരു കുനിപ്പ് കാരണം എനിക്കൊരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടമില്ല എനിക്കത്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എന്നിട്ട് അച്ഛൻ്റെ ഷേവിങ് സെറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വടിച്ച്, അത്രയും വലിയ അബദ്ധം എനിക്ക് ജീവിതത്തിൽ പറ്റാനുണ്ടായില്ല. എന്നിട്ട് ഇങ്ങനെ കിളുത്ത് കിളുത്ത് കിളുത്തെടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നെ, എത്ര നാളെ ഞാൻ അത് വെച്ചുകൊണ്ട് നടന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ചെറുപ്പത്തിൽ ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന പണിയാണത് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ തപ്പും. നമ്മൾ എന്നിട്ട് ചമ്മി ചീഞ്ഞോ എൻ്റെ മുടി ഇങ്ങനെ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം കേട്ടോ. ഒത്തിരി ടൈറ്റ് ചെയ്യണ്ട, മുടി പൊട്ടിപ്പോവും. നല്ലൊരു പരിധിക്ക് ഇതിട്ട് ഓക്കെ. അങ്ങനെ നമ്മുടെ തൽക്കാലത്തേക്ക് മുടിയുടെ കലാപരിപാടി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫേസിൽ എന്തെങ്കിലും ചെയ്യാം. ഫേസിൽ ഞാൻ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഹെയർ എടുത്തായിരുന്നു കേട്ടോ. ഹെയർ ഞാൻ ഇന്നലെ എടുത്തായിരുന്നു. ഞാൻ റേസർ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അലോവേറ ജെൽ തേച്ചിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ എന്തെങ്കിലും തേക്കുക. ഹെയർ ഇങ്ങനെ താഴേക്ക് ചെയ്യാം. താഴേക്ക് ഇങ്ങനെ 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 ചെയ്യാം. ഹെയർ ഞാൻ മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചെയ്യും. ആദ്യം തന്നെ ഫേസ് വാഷ് ഇട്ടിട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല മുഖത്ത്. പക്ഷേ ഈ ലിപ്സ്റ്റിക്കും ഈ കൺമഷീൻ തുടച്ച് വന്നിട്ട് വരാം നമുക്ക്. ഓക്കെ. അപ്പം ഞാൻ ഈ ഫേസ് കഴുകി. ഫേസ് ഞാൻ ഈ ഗർ സോപ്പ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അപ്പോൾ ഞാനതും ജസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇന്നലെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. എന്തെങ്കിലും റിവ്യൂസ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കാണിക്കാറുള്ളത്. ആൻഡ് ലിപ്സ്റ്റിക്ക് പോയില്ല, എന്നാൽ പിന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. ഓക്കെ. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഡോണ്ട് ഡോണ്ട് ഡു ദിസ്. അതായത് നമ്മൾ ഫേസ് കഴുകി കഴിഞ്ഞിട്ട് ഫേസ് വാഷ് എന്ത് തേങ്ങയെങ്കിലും ഇട്ട് നമ്മൾ ഫേസ് കഴുകി കഴിഞ്ഞിട്ട് ഈ വെള്ളമില്ലേ, ഇത് തോർത്ത് വെച്ചോ എന്തെങ്കിലും വെച്ച് വലിച്ച് തുടയ്ക്കരുത്. അതവിടെ ഇരുന്നോട്ടെ, കാറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി പൊക്കോളും. ഓക്കെ. അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ വെറുതെ ഫേസിന് ഇറിറ്റേഷൻസ് കൊടുക്കരുത്. ഇപ്പം എൻ്റെ ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടോ, ഇത് ഞാൻ മെയിനായിട്ട് ഉറക്കം കുറവിൻ്റെയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇതുവരെ നിർത്താൻ പറ്റാത്തൊരു സംഭവമാണ് ഈ കണ്ണിട്ട് ഈ ഇരുന്ന് തിരുമ്പന്തോറും ഇത് കുഴിഞ്ഞ് 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതറിയാം, ചെയ്യരുതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ കൂടി ഞാൻ ഫേസ് കഴുകിയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കണ്ണ് കഴുകിയത്. അതാണ് ഞാൻ ചെയ്യുന്നൊരു മണ്ടത്തരം. അപ്പോൾ ഞാനോ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞെങ്കിലും തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയണേ. ചെയ്യരുത്. ഓക്കെ. ഇത് ഞാൻ പാക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലൊന്നുമില്ല, മുൾട്ടാനി മിട്ടിയും റോസ് വാട്ടർ മാത്രമേ ഉള്ളൂ. രണ്ടും ബെഞ്ചാറാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ തേക്കണം, ഫേസിലും. അപ്പോൾ ഇത് നമുക്ക് ഫേസിലും നെക്കിലും തേക്കാം. എന്ത് തന്നെ നമ്മൾ ഫേസിൽ തേച്ചാലും നമ്മൾ നെക്കിലും കൂടി തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ആ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ട സമയമുള്ളൂ. അപ്പോൾ അതിലേക്ക് എൻ്റെ ഫേസൊക്കെ ഉണങ്ങി. അപ്പോൾ അതിനുള്ള ടൈം നമ്മൾ കൊടുക്കാം കേട്ടോ. വെറുതെ തുടയ്ക്കണ്ട. ഓക്കെ. നമുക്ക് തേക്കാം. മുൾട്ടാനി മിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ അധികം ഒന്നും ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരാളല്ല. അധികം എന്നല്ല, ഞാൻ ഒന്നും തന്നെ ഫേസിൽ യൂസ് ചെയ്യാറില്ല. ഇതുപോലെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തേക്കാറുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഈ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസാരിക്കരുത്. ഓക്കെ.
ഇത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഉണങ്ങും തോറും നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ടൈറ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കും, നമ്മുടെ സ്കിന്ന് വലിയും. ഓക്കെ, അപ്പോൾ കീപ്പ് ക്വയറ്റ്. ശരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ടൂണൊക്കെ ഇട്ടേക്കാം. ഇത് പുരികത്തിലേക്കായാൽ പുരികം ചെമ്പിക്കും എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പോട്ടെ, അങ്ങോട്ട് പോട്ടെ. അയ്യോ, മുടിയിലാക്കരുത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മുടി പൊട്ടിപ്പോകുന്നില്ല, ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഈ സാധനം. ഇപ്പം എന്തായാലും ആയില്ല. കുളിക്കാൻ പോവല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്ത് ചെയ്താലത് നെക്കിലും കൂടിയും ചെയ്യണം. ഓക്കെ, ഭൂതങ്ങൾക്കൊരു ഭൂതം, തേക്കാൻ ഇടമൊന്നും ബാക്കിയില്ല. അപ്പം ഞാൻ ഈ ഫേസിൽ ഇതൊക്കെ തേച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ സംസാരിക്കുന്നില്ല, കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് വലിയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തലയിൽ എണ്ണ തേച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ തലയിൽ എണ്ണ തേച്ചപ്പോൾ യൂസ് ചെയ്ത സാധനം, ഈ ഷുട്ടുമണിയെ നമ്മൾ എന്തായാലും തേച്ച് കഴുകി വെക്കണം കേട്ടോ. ഓക്കെ, തേച്ച് കഴുകി വെക്കണം, അല്ലെങ്കിൽ ആ എണ്ണയൊക്കെ പറ്റി പിടിച്ച് അവിടെ ഇരിക്കും. ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴുകി വെക്കണം. ഓക്കെ, ഇത് കണ്ടോ, ഏറെക്കുറെ ഉണങ്ങി, പക്ഷെ എൻ്റെ സ്കിന്ന് മുറുകിയേക്കുന്നുണ്ടോ, വലിഞ്ഞേക്കും. ആ സംസാരിച്ച് കഴിഞ്ഞാൽ സീനാ, എനിക്ക് തുറക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ പോയി എന്നാൽ കഴുകി കുളിക്കട്ടെ കേട്ടോ. ഹലോ, അപ്പം എൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരമായി കുളിക്കാൻ പോയിട്ട്, പക്ഷേ എനിക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് എല്ലാം കുത്തിയിരുന്ന് അലക്കണം. കുറേ ജീൻസ് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഇപ്പോഴാണ്. ഞാൻ വന്നപ്പോഴേക്കും സൂര്യൻ്റെ വഴിക്ക് പോയി. ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട് എൻ്റെ ഫേസിൽ, പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല വെട്ടം പോയതുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ, എന്നിട്ട് ഇപ്പം ഞാനിത് ചെയ്യാറ്. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്ത ഷാമ്പു പറഞ്ഞുതരാം. യൂസ് ചെയ്യുന്ന ഷാമ്പു വിഷ്കെയറിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഷാമ്പൂസ് അപ്ലൈ ചെയ്യരുത്. ഇതിപ്പോൾ ഏത് ഷാമ്പു ആണെങ്കിലും അതിന് ആദ്യം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക, മൈൽഡാക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പു ഇട്ടിട്ട് കലക്കിയിട്ട് നമ്മൾ തലയിലേക്ക് തേക്കുക. ഓക്കെ, അങ്ങനെ തലയിൽ തേക്കുക. ആൻഡ് യെസ്, മുടി നമ്മൾ നനഞ്ഞിരിക്കുന്ന മുടി ചീകരുത്. എനിക്ക് ചെയ്യുമ്പോൾ മുടി പൊട്ടാറുണ്ട്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മുടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി നല്ലപോലെ ഊരിപ്പോരും. അപ്പോൾ മാക്സിമം ഇത് ഇങ്ങനെ ഇരിക്കുക. ഇനി കുറച്ച് നേരം വെള്ളം ഒന്ന് ഊർക്കെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കെട്ടി വയ്ക്കുക. ഇതുപോലത്തെ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് കെട്ടി വയ്ക്കിട്ടോ. ഹർഭജൻ സിംഗ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ.